This is Shweta. My name is Inder and welcome to our channel. It's time for next scene from movie Athiradi. Let's watch it. Yay! Second. He's back. നീ ഫസ്റ്റ് ആയോണ്ട് വന്നോ? ആ നിനക്ക് സുഖമാണോ? ഉം. ഡോക്ടറെ കാണാറുണ്ടോ നീ? ഉണ്ട്. അത് മുടക്കണ്ട, ശരിയായിക്കോളൂ. ഒന്നും ആരും കാരണമൊന്നും അല്ലല്ലോ. നമ്മുടെ ആരോഹൺ ടെസ്റ്റിന്റെ ലോഗോ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ലോഗോ ഡിസൈൻ ചെയ്തത് പഴയ ആരോഹൺ ടെസ്റ്റിന്റെ കൺവീനർ ജോസഫ് ആണ്. അപ്പോ ആളുടെ പഴയ ഒരു ഓഡിയോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണ് കേട്ടു നോക്കാം. I want to see what he is gonna do Yes. now because abhi brother bhi aa gaya. Story of a bird. പറക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ട്. പക്ഷെ സേഫായി അവിടെ ആ ചില്ലയുടെ മുകളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്കെന്നാ വീട്ടിലേക്ക് പോവാം. വേണ്ട, പരിപാടിയില്ലേ? സാങ്കൂട്ടിനല്ലേ കൺവീനർ, പോണ്ടേ? ഞാനൊന്നുമില്ല. അവൻ വിനീത് ശ്രീനിവാസനെ കൊണ്ടുവരാന്ന് പറഞ്ഞ് പിള്ളേരുടെ കയ്യിൽ നിന്ന് പൈസ പറ്റിച്ചെന്നൊക്കെ കേൾക്കണേ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ആ ചില്ല ഒടിയേണ്ടി വന്നു ആ പക്ഷിക്ക് പറക്കാൻ. അതിന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആരോഹണം. സാങ്കുട്ട എന്തായാലും കാശ് പറ്റിക്കില്ല എന്നുള്ള കാര്യം എന്നെക്കാളും നന്നായിട്ട് ചാച്ചനറിയാം. അതല്ലടാ ഞാൻ പറഞ്ഞു. ചാച്ചൻ എപ്പോഴും ആവലാതിയാ. ഒറ്റയ്ക്ക് ഞങ്ങളെ വളർത്തിയത് ശരിയായിട്ടല്ലേ എന്നൊക്കെ ആലോചിക്കുന്നത്. ഞങ്ങളുടെ പേരിന്റെ പുറകിലുള്ള ഉമ്മ ഞങ്ങളുടെ ജീവിതത്തിലും. ഇതാണ് ആരോഹണ തീം. ഭയങ്കര ക്ലീശ മോട്ടിവേഷൻ ആണെന്നറിയാം. പക്ഷെ ഇതിൽ എന്റെ ഫേവറേറ്റ് പാട്ട് ഒടിഞ്ഞു വീണ ചില്ലയാണ്. ഈ പക്ഷിക്ക് താങ്ങാവോന്ന് വിചാരിച്ചിരുന്ന ചില്ല ഒരു മൊമെന്റിൽ നിലത്ത് വീഴാണ്. പിന്നെ സാങ്കുട്ടന്റെ കാര്യം, അവ എന്നെക്കാളൊക്കെ മിടുക്കന ചാച്ച. That's true. उसने इतना कुछ किया है यार. പക്ഷെ ആ പറന്നുപോയ പക്ഷി ലോകമൊക്കെ ചുറ്റി പറന്ന് തിരിച്ചു വരുമ്പോ ഒരു കൂടുണ്ടാക്കാനായിട്ടെങ്കിലും ഈ ചില്ല അതിനെ സഹായിച്ചേക്കും. അപ്പൊ ഒന്നിന്റെ അവസാനമല്ല, എത്ര വീണാലും ആരെ ചവിട്ടി വായിച്ചാലും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് പറയാറുള്ളത്. ഓക്കെ Okay. സാവിച്ചേട്ടൻ പറയുന്ന പോലെ അവനെ പറ്റി നല്ല അഭിപ്രായമാണ്. അവൻ ഈ പരിപാടി അടിപൊളിയായിട്ടാണ്. സോറി, പക്ഷെ ഈ പരിപാടി നടത്തുന്ന കാര്യത്തിൽ 1% പോലും ജനുവിനിറ്റി കുറവ് ഞാൻ കാണിച്ചിട്ടില്ല. കളിതമാശയായിട്ട് എടുത്തിട്ടുമില്ല. നീ നേരത്തെ പറഞ്ഞ പോലെ ആരെയും പ്രൂവ് ചെയ്യാനൊന്നുമല്ല, ഒരാളുടെ മുഖത്ത് ചിരി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, നിനക്കത് അറിയാലോ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിന്റെ അടുത്ത് പറയാതിരുന്നിട്ടുണ്ട്. എനിക്കിതിനെ ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നാറുണ്ട് നീ എന്നെക്കാളും വലിയ ലീഗിലുള്ള ആളാണെന്നൊക്കെ. ഇപ്പൊ ഒരു മറുപടി എക്സ്പെക്ട് ചെയ്ത് പറഞ്ഞൊന്നുമല്ല, ഇപ്പോഴൊരു ധൈര്യം വന്നത്. പിന്നെ ഞാൻ കാരണം എനിക്ക് കിട്ടിക്കിട്ടില്ല. अरे यार. അമ്മപ്പോതപ്പേ ഉണ്ടായിരമുണ്ടേ സരിഗ ജിഗ പദ 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 സ ജിഗ പദ 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 സ സരി ഗ പദ
ഒരു മിനിറ്റ്. ഹലോ. ഹലോ കുട്ടനല്ലേ? ആ പറഞ്ഞോ. പയ്യെ പിന്നെ നെഞ്ചിൽ ചെറിയൊരു കലക്കം കാണും, അത് കാര്യമാക്കണ്ട. അത് സാരമില്ല ചേട്ടാ. പിന്നെ നിങ്ങൾ ചെയ്തൊരു തേർഡ് റേറ്റ് പരിപാടിയാണെന്ന് ചേട്ടൻ നന്നായിട്ട് അറിയാലോ. ഒരുപാട് കയ്യും കാലും പിടിച്ച് എന്നിട്ടാണ് ഈ ഫെസ്റ്റിന് സാങ്ഷൻ കിട്ടിയത്. അതുകൊണ്ട് ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ തോട്ടക്കുട്ടനല്ല, സാക്ഷാൽ തോറാണെന്ന് പറഞ്ഞാൽ ഞാൻ വിനീത് ശ്രീനിവാസൻ ഈ കോളേജിൽ കൊണ്ടുവന്ന് ഈ പരിപാടി നടത്തും. അനിയ, കഷ്ടപ്പാടിന്റെ കണക്ക് നീ എന്റെ അടുത്ത് പറയില്ലേ, എത്തൂല. എന്റെ അമ്മയ്ക്കും പൊടിക്കും കൊണ്ടാട്ടിക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത എന്റെ അരങ്ങേറ്റമാണ് നീയൊക്കെ കൂടെ ഈ പരുവത്തിലാക്കിയത്. പിന്നെ ഞാൻ പഴയ കിടിലാണെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ ഫ്രണ്ടിൽ കിടന്ന് ഭാഷ കളിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല, സമയവും ഇല്ല. നീയൊക്കെ കൂടെ പറഞ്ഞെന്നെ വില്ലനാക്കുമായിരിക്കും. പക്ഷെ അനിയ, വില്ലന്മാർക്ക് കൈയടി കിട്ടുന്ന കാലമാണ്. അതിന് പടം തീർന്നിട്ടില്ലല്ലോ ചേട്ടാ. ശരിക്കും എന്താ പ്ലാൻ? ഓക്കേ. എന്നാലും ആരേ ഈ സാക്ഷാൽ തോറ്? ഞാൻ പറയുന്ന നമ്പറിലോട്ട് വിളി. വിസ്മി ഹോട്ടൽ. എവിടെ പോണു? എന്തു പറ്റി സാറേ? വിനീത് ശ്രീനിവാസൻ എവിടെ? പുള്ളി ഒന്ന് കാണുമായിരുന്നല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇവിടെ ഇല്ല. വേറൊന്നുമല്ല, പുള്ളി ഒന്ന് കാണണം, അത്രേ ഉള്ളൂ. നമ്മള് പൊക്കോളാം സാർ. പുള്ളി വരണേ ഉള്ളൂ. സാറേ ഞാൻ ഒന്ന് കയറി നോക്കാം സാർ. സാറേ അവിടെ പ്രാക്ടീസ് ആ പുള്ളിയാണെങ്കിൽ ചിലപ്പോ ശരിയായിരിക്കും സാറേ. കണ്ട, ഞാൻ പുള്ളിയെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി പോയായിരുന്നു. ബിസ്മിയിലല്ലേ? ബിസ്മി ഹോട്ടൽ അല്ലേ? നിയമ SI ആണേ. വിനീത് ശ്രീനിവാസൻ അവിടെ വന്നിട്ടുണ്ടോ? പുള്ളി കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു, ഒരു ടേബിൾ റിസർവ് ചെയ്യാൻ പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ഞാൻ പറഞ്ഞില്ലേ സാറേ ആദ്യം, ഞാൻ പോയി പുള്ളിയെ വിളിച്ചോണ്ട് വരാം. കൂട്ടാ, ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. വാ, നമുക്ക് നമ്മുടെ വണ്ടിയെ പോയിട്ട് പുള്ളിയെ വിളിച്ചോണ്ട് വരാം. പുള്ളിയുടെ സാറേ ഇതിൽ മതി. അല്ലെ, പുള്ളിക്ക് എന്നെ അറിയാം. സാറേ ബിസ്മിയൊക്കെ നേരത്തെ തന്നെ ഞാൻ പണ്ട് പറഞ്ഞാടാ. ये क्या सीन है? എന്തോ കള്ളത്തരമുണ്ടല്ലോ. വിനീത് സർ, ഇതാരത്? अरे रे. ഇത് വർക്കല സുധീഷ്. വിനീതേട്ടന്റെ അതേ ശബ്ദം, അതേ രൂപം. ഒറിജിനൽ വരുന്നവരെ കുറച്ചു നേരത്തേക്ക് പുള്ളിയായിരിക്കും വിനീതേട്ടൻ. പക്ഷെ എനിക്ക് വയ്യ എന്നോട് കൂട്ടുവെക്കാനോ. How do you think we can deal with this? സ്വാതി, ഒരു കുഴപ്പമില്ല. സാമുട്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. പുള്ളിയെ വെച്ചൊന്ന് ക്രൗഡ് മാനേജ് ചെയ്യാനാ. അവരിപ്പോ എങ്ങെത്തും, 1/2 മണിക്കൂർ. ഞാൻ കേറി പാണ്ടി വരുമോ? ഞാൻ നന്നായിട്ട് പാടും. ഞാൻ പറഞ്ഞില്ലേ മാനേജ് ചെയ്യുമെന്ന്. പക്ഷെ നീ ടെൻഷൻ അടുപ്പിച്ച് കൊല്ലൂ. Okay. സ്വാതി, ഒരു കുഴപ്പമുണ്ടാകത്തില്ല, വിശ്വസിക്കാം. This is very difficult, yeah. എടാ, പരിപാടിയുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. വിനീതേട്ടൻ വന്നിട്ടുണ്ട്, പരിപാടി ഫുൾ ഓണാണ്. വന്നിട്ടുണ്ട്. തുടങ്ങാറാവുന്നു. എന്താ ഇവിടെ നിൽക്കുന്നേ? അകത്തോട്ട് പോവാം. നടന്നോളൂ. അളിയ, നീ പറഞ്ഞ പോലൊക്കെ ചെയ്തിട്ടുണ്ട്. പ്ലാൻ വർക്കാണ്. എടാ, സമയത്തിന് എത്തിക്കണ്ട പൊന്നുമോനെ. What is he planning to do? I know many of you are eagerly waiting for the Vineet Srinivasan Pro Show, and it's definitely going to be worth the wait. Closing ceremony-ക്ക് വേണ്ടി വിളക്ക് കൊടുക്കുവാനായി ചീഫ് ഗസ്റ്റിനെയും മറ്റുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്.
അവന്മാരുടെ അടുത്ത സാമ്പട്ടി എങ്ങനെ വിനീതേട്ടനെ കൊണ്ടുവരാനാ? അനഘ, എനിക്ക് തോന്നുന്നു അവൻ ഈ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന. कैसे लेके आएगा यार? സാം ചേട്ടാ, ഈ ഏരിയയിൽ ഒരു 5-6 വീടുകളേ ഉള്ളൂ. അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ തന്നെ ആയിരിക്കും. ഇവിടെ പ്രശ്നമില്ലാവോ? ഇല്ല ചേട്ടാ. ബോസ്കോ, അവിടെ എല്ലാം സെറ്റ് അല്ലേ? സെറ്റാണ് ചേട്ടാ. ഗൈസ്, യെസ്. ഡ്രോൺസ്. ओके എടാ, ആരെങ്കിലും കാണോടാ? പെട്ടെന്ന് വെയ്, കൊണ്ട കലിപ്പാവും. ആ കിഴങ്ങന്മാര് വരുന്നതിന് മുന്നേ ഒന്ന് വെയ്. ഈ ലൈറ്റ് ഇട്ടിരിക്കുന്ന ബിൽഡിംഗ് ഏതാ? അതേതോ UP സ്കൂളാണെന്ന് തോന്നുന്നു. പിള്ളേര് പഠിക്കുകയായിരിക്കും. പാതിരാത്രി 6 ക്ലാസ് ഇറങ്ങുന്നത്. അത് ശരിയാണല്ലോ. യവൻ ഡ്രോൺസ് ബാക്ക്, ഡ്രോൺസ് ബാക്ക്. സമയമല്ല, പറഞ്ഞേട്ടാ. ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. എന്ത് പറ്റിയത്? എന്താ ഹർഡ് അറിഞ്ഞൂടാ? കാണോ? ജനറേറ്റർ ഓഫ് ആയടാ. വരാൻ പറ. സോറി, ഇങ്ങനെ പോയ പ്രശ്നമാകും. എങ്ങനെയെങ്കിലും ഒരു 10-20 മിനിറ്റ് പ്രോഗ്രാം ഏൽപ്പിക്കണം. വെയിറ്റ്, എനിക്കൊരു ഐഡിയ ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ബോർഡ് ഓഫ് താങ്ക്സിനായി കുമാർ സാറല്ല, ജയരാജ് സാർ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, പറഞ്ഞു. ഓക്കേ. ബോർഡ് ഓഫ് താങ്ക്സിനായി ജയരാജ് സാറിനെ ക്ഷണിച്ചോളൂ. ये बहुत लंबा किस्सा है ना हमेशा. കയ്യടിക്കാതെ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് എന്നെ കുറിച്ച് പൊതുവെ ഒരു പരാതിയുണ്ട്. ഞാൻ വളരെയധികം സമയമെടുത്താണ് സംസാരിക്കുന്നത്. आज ये जल्दी खत्म करेगा. हाँ मुझे लग रहा है. ഓക്കെ അല്ലേ മോനെ? മനുഷ്യരായ ഒരു ക്യാരക്ടർ കിപ്പിക്കണം. സോറി സാർ. ഓക്കെ ഓക്കെ മോനെ, ഓക്കെ. ആശംസ. ഞാൻ ആലോചിക്കട്ടെ. 40 ലിറ്റർ അവന്റെ അണ്ണാക്കി വാങ്ങിച്ചു ഒഴിച്ചു കൊടുത്തത്. പിന്നെ അത് പിന്നെ കണ്ടു. 30 മുമ്പ് കംപ്ലീറ്റ് പോയാട്ടെ. നോക്കാം. आजा आजा आजा. അലമ്പാക്കോടെ. ഇല്ല സാറേ, പൂജിക്കാൻ കൊടുത്തിരിക്കുന്നു. പിന്നെ പണ്ടും ഞാനല്ലല്ലോ, സിസ്റ്റാണല്ലോ കുട്ടനെ മോശക്കാരനാക്കിയത്. ओ എടാ കുട്ട, നീ തത്വമൊക്കെ പറയാൻ തുടങ്ങിയ? കുറെ നേരം ആയിരുന്നു. ഇയാളെന്നൊരു സാരി എടുക്കണം. अरे यार നിങ്ങൾ ഇപ്പൊ കേറാൻ റെഡിയാണോ? വിനീതന്റെ പരിപാടി കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങും. ഇപ്പൊ കേറുന്നതാണ് ബെസ്റ്റ്. ഓക്കെ. എന്താ ഇത്? ഫ്രൈ ഇനി ഒരു ബോംബ് കതിന ചോപ്പും നീരൊക്കെ ഇരിക്കണല്ലോ. ഏത് വലിക്കേ? നീല വലിയ സാധാരണ അങ്ങനെയാണ്. നിന്റെയൊക്കെ കളി. रन रन रन. സാറേ, സാറേ ഫോൺ അടിക്കണേ സാറേ, എടുത്തോട്ടാ. അത്യാവശ്യമില്ലായിരിക്കും. അത്യാവശ്യത്തിനാണ് പോലീസ് ഇരിക്കണം കേട്ടോ. പിന്നെ അല്ല, എടു സജി. ആണോ ഇവിടെ സ്കൂളിൽ പിള്ളേർ പടമായിട്ട് വന്നിട്ടുണ്ടെന്നാ. വിനീത് പൊക്ക സാറേ. സിസ്റ്റം നിന്നെ എന്തോന്നും ഉണ്ടാക്കിടാ? ആളെ പറ്റിക്കുന്നോ സാറേ? വേറൊരു വഴിയില്ല, മാപ്പാക്കണം. മിണ്ടാതൊതുങ്ങി തലകേലൊരുവേ തോണ്ടാനൊരുങ്ങി കയറെ ഫയറായി പടരാൻ തുടങ്ങി. കുറുമ്പിരി പഴം ഒരു നിരന്തര വിലവ ഇറുകേ ചെറുകേ കുറുനരി കുറുക്കേ ഇഞ്ചുറിക്കു സെഞ്ചുറിയിൽ മുന്നിലായ പരുക്കേ.
Mic check. Mic check. മുട്ടി നോക്കി ഒക്കലില്ല, കുത്തി നോക്കി പറ്റലില്ല, തട്ടുമേലെ വെട്ടമില്ല, ഒച്ച വെച്ചാൽ ഒട്ടുമില്ല, കിച്ചു തൊണ്ടയാകെ ചിച്ചു മണ്ടയാ. ഇത് പടയണി, ഇനി തുണി, നീ പിടിതടി, മുണ്ടം പൊരിയടി, ചിട്ടിക്കുറിയടി, പട്ടക്കുറുവടി, പൊക്കി Run, dude, run. അതിരടി പടയണി, തുണി പിടിതടി, പൊരിയടി, കുറിയടി, കുറുവടി, കുടഞ്ഞടി. Oh shit. പൂമുഖം ശ്യാമംബരം ഞാൻ സാങ്കുട്ടി ആരോഗ്യ ബസിന്റെ കൺവീനറാ. മക്കളെ നീ എവിടെയാ? രക്ഷിക്കണം. फुल इसने बहुत बड़ा गेम खेला है. फेक वाला विनीत बैठाया है वहाँ पे. और वो बंदे ने फोटो भी कैप्चर किया है कि उधर वो पूछने वाला, उधर इधर से ये भी निकल गया ऊपर से, टोटा कुटन भी निकल गया है वहां से ऊपर से, वो भी अभी और माइट थोर हो कुछ भी हो. But you know what? I feel good of that brother. वो उसके डैड को सीधा सुना दिया कि you have no idea how he's. नहीं, you have idea how he's not gonna do it. He's gonna not give up. Yes. So that was and he the cannot thing. cheat for money and everything. But Let's I see loved how it. this is gonna go. कौन जीतेगा इधर? हाँ यार, आ जाए यार एक दफा. Let's wait for it. Meanwhile, take care. Bye bye.